പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 5 ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഇൻ മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമിയിലെ 5 ക്വസ്റ്റ്യനുകൾ എന്ന് പറഞ്ഞാൽ ഓരോ എക്കോണമിയും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിന്റെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് സ്കേഴ്സ് ആണ്. പിന്നെ മാർക്കറ്റ് എക്കോണമി റിസോഴ്സ് ആർ സ്കേഴ്സ്, സൊസൈറ്റി മസ്റ്റ് മേക്ക് ഡിസിഷൻ അബൌട്ട് ഹൗ ടു അലോ ദം എഫിഷ്യൻലി. റിസോഴ്സ് സ്കേഴ്സ് ആണ്, അത് ആ റിസോഴ്സ് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുമെന്നതിൽ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. Market system addresses 5 fundamental questions that highlight in the underlying economic choices reflecting the consumer preference, production cost and dynamic supply and demand. മാർക്കറ്റ് സിസ്റ്റം അഡ്രസ് ചെയ്യേണ്ട 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തിൽ എക്കണോമിക് ചോയ്സ് റിഫ്ലക്ട് ഇൻ ദ കൺസ്യൂമർ പ്രിഫറൻസ് എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഡിമാൻഡ് സപ്ലൈയും എങ്ങനെയാണ് എന്നുള്ളത്. അതിൽ നിന്ന് ഉയർന്നു വന്ന 5 ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ബേസ്ഡ് ഓൺ കൺസ്യൂമർ ഡിമാൻഡ്. കൺസ്യൂമറുടെ ഡിമാൻഡ് അടിസ്ഥാനത്തിലാണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. പ്രൊഡ്യൂസേഴ്സ് എയിംസ് ക്രിയേറ്റ് ഐറ്റം ദാറ്റ് ഈൽഡ് എ പ്രോഫിറ്റ്. പ്രൊഡ്യൂസേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി. ഹാസ് ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് റിസോഴ്സ് ആർ ബീങ് യൂസ്ഡ് എഫിഷ്യൻലി. റിസോഴ്സ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യണം. ദ പ്രിൻസിപ്പിൾ ഓഫ് എ കൺസ്യൂമർ സോവറിറ്റി മീൻസ് ഡോളർ വാർസ് ഡിറ്റർമിൻ വിച്ച് പ്രൊഡക്റ്റ് സർവൈവ് ഇൻ ദ മാർക്കറ്റ്. കൺസ്യൂമറിന്റെ സോവറിറ്റി ആണ്. ആ സോവറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ഗുഡ്സ് ആണ് മാർക്കറ്റിൽ, എന്ത് പ്രൊഡക്റ്റ് ആണ് സർവൈവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവ് ആണ്. നമ്മൾ പ്രൊഡ്യൂസർ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രോഫിറ്റ് മോട്ടീവ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. ഇൻസെന്റീവ് ഫ്രം ടു പ്രൊഡ്യൂസ് വാട്ട് കൺസ്യൂമർ വാണ്ട്സ്. Consumer sovereignty. Consumer play crucial role by voting with the it dollar. Their preference reflected in their purchasing decision. Guide producers on what to supply. കൺസ്യൂമറുടെ വോട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? അവർ എന്ത് സാധനം വാങ്ങുന്നു, അവരുടെ പർച്ചേസിംഗ് ഡിസിഷൻ ആണ്. അതാണ് എന്ത് സപ്ലൈ ചെയ്യണമെന്ന് പ്രൊഡ്യൂസറെ തീരുമാനിക്കുന്നത്. ഹൈ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് സിഗ്നൽ ഫേം ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. ഏതെങ്കിലും ഗുഡിന് ഹൈ ഡിമാൻഡ് ആണെങ്കിൽ ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് അതിനർത്ഥം. എന്നാൽ ലോ ഡിമാൻഡ് ആണെങ്കിൽ പ്രൊഡക്ഷൻ കുറക്കണം എന്നുള്ളതാണ്. Okay, if consumers show high demand for electric car manufacturers will allocate more resources to produce electric vehicle and less to traditional gasoline cars. ഇലക്ട്രിക് കാറിന് ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും കാർ പ്രൊഡ്യൂസേഴ്സ് കൂടുതലായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് മാറണം. അപ്പൊ എന്തെങ്കിലും ഗ്യാസിന്റെ കാറുകൾ, ഗ്യാസ് കൊണ്ടുപോകുന്ന കാറുകൾ കുറക്കണം. How will the goods and services be produced? Producers seek to minimize production costs by selecting the most efficient method, balancing factors like lab, material and technology. എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത്, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അതിന് പ്രൊഡ്യൂസർ എന്ത് ചെയ്യണം? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് കുറക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? ലേബർ, മെറ്റീരിയൽ ആൻഡ് ടെക്നോളജി. ഫേം ചൂസ് പ്രൊഡക്ഷൻ പ്രോസസ് ദാറ്റ് മാക്സിമൈസ് പ്രോഫിറ്റബിലിറ്റി ബൈ മെയിൻറ്റെയിനിങ് ക്വാളിറ്റി ആൻഡ് മീറ്റിംഗ് കൺസ്യൂമർ ഡിമാൻഡ്. അയാൾക്ക് പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റബിലിറ്റി വേണം. അതിന് ഏത് പ്രൊഡക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനൊക്കെ ഏത് മെത്തേഡാണ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യേണ്ടത്? കോസ്റ്റ് മിനിമൈസ്. ഫേം എയിം ടു മിനിമൈസ് ദെയർ പ്രൊഡക്ഷൻ കോസ്റ്റ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് ഫേം ശ്രമിക്കുക. ദിസ് ഇൻവോൾവ്സ് ചൂസിംഗ് ദ റൈറ്റ് കോമ്പിനേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് ടെക്നോളജി. ഫേം മസ്റ്റ് കണ്ടിന്യൂസ്ലി ഇന്നോവേറ്റ് ആൻഡ് അഡോപ്റ്റ് ദ മോസ്റ്റ് എഫിഷ്യന്റ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ടു റിമെയിൻ കോമ്പറ്റീറ്റീവ്. ഫേം എന്ത് ചെയ്യണം? ദിസ് ഇൻവോൾവ്സ് റൈറ്റ് കോമ്പിനേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് ടെക്നോളജി. ഫേം കണ്ടിന്യൂസ് ആയിട്ട് ഇന്നോവേറ്റ് ചെയ്യണം. എന്തിനാ? അഡോപ്റ്റ് ദ മോസ്റ്റ് എഫിഷ്യന്റ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ടു റിമെയിൻ കോമ്പറ്റീറ്റീവ്. ടെക്നോളജിക്കൽ എഫിഷ്യൻസി. The choice of production technique is influenced by available technology and resource prices. റിസോഴ്സിന്റെ പ്രൈസും അവൈലബിൾ ടെക്നോളജിയാണ് പ്രൊഡക്ഷൻ ടെക്നിക്ക് ചൂസ് ചെയ്യുന്നത്. ലേബർ ചീപ്പർ ആണെങ്കിൽ ലേബറിനെ കൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്താം. അതിന് നമ്മൾ ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയും. ക്യാപിറ്റൽ ചീപ്പർ ആണെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് കമോഡിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. Who will get the output? Distribution of goods and services depend on individual income and purchasing power, which are influenced by their roles in the economy. ആർക്കാണ് ഈ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത്? ബട്ട് ഈ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഡിപെൻഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വലിന്റെ ഇൻകം, അവരുടെ പർച്ചേസിംഗ് പവർ ആണ്. അത് ആണ് വിച്ച് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ റോൾസ് ഇൻ ദ എക്കോണമി. ഹയർ ഇൻകം അലോസ് ഗ്രേറ്റർ ആക്സസ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹയർ ഇൻകം ഉള്ള ആളുകൾക്ക് ഗ്രേറ്റർ ആയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റും. ലോവർ ഇൻകം ആണെങ്കിൽ ലോവർ ആയിട്ടാണ് ഗുഡ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റിഫ്ലക്ട് ചെയ്യാൻ ഇന്നർ ഇനീക്വാളിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ. ഇൻകം ഡിറ്റർമിനേഷൻ. എ കൺസ്യൂമർ എബിലിറ്റി ടു purchase depends on their income, which influenced by resource they supply and the price of those resources. കൺസ്യൂമറിന്റെ എബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഇൻകം ആണ്. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവർ ലേബർ ആയിരിക്കുന്ന സമയത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. മാർക്കറ്റ് പ്രൈസ്. പ്രൊഡക്ട്സ് ആർ അലോക്കേറ്റഡ് ടു കൺസ്യൂമർ ഹു കൻ അഫോർഡ് ദം അറ്റ് മാർക്കറ്റ് പ്രൈസ്. പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് കൺസ്യൂമേഴ്സിന് അലോക്കേറ്റ് ചെയ്യുന്നത് ആർക്കാണ്? അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്നത്. ഹയർ ഇൻകം ഉള്ള ആളുകൾക്ക്
ലക്ഷറി ഗുഡ്സ് കൺസ്യൂം പർച്ചേസ് ചെയ്യാൻ ലോവർ ഇൻകമുള്ള ആളുകൾക്ക് ബേസിക് നെസസിറ്റി ആയിട്ടുള്ള ഗുഡ്സ് ആണ് കൺസ്യൂം ചെയ്യാൻ സാധിക്കുക. ഇഫ് എ ഹയർ എൻഡ് ബ്രാൻഡ് ഓഫ് സ്പോർട്സ് കാർ $80,000 only consumer with sufficient income or credit will purchase it, while others may opt for more affordable options. How will the system accommodate change? എങ്ങനെയാണ് സിസ്റ്റം ചേഞ്ചിൽ അക്കോമഡേറ്റ് ചെയ്യുക? എക്കോണമിയിൽ പല ചേഞ്ചുകൾ വരും. ഒന്ന് റിസോഴ്സിന്റെ അവൈലബിലിറ്റിയിൽ, ടെക്നോളജിയിൽ, കൺസ്യൂമറിന്റെ പ്രിഫറൻസിൽ. ഈ ചേഞ്ചിൽ എങ്ങനെ സിസ്റ്റം അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ളത്. പ്രൈസ് അഡ്ജസ്റ്റ് ഇൻ റെസ്പോൺസ് ടു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷിഫ്റ്റ്. ഡിമാൻഡിൽ സപ്ലൈ ഉള്ള ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. Grading resource to areas with higher return and ensuring flexibility. Flexibility and response. When consumer taste shift, products respond to by reallocating resource accordingly. From milk to juice എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറിന്റെ ടേസ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യണം? അത് realocate ചെയ്യണം resource. Increased demand for juice leads to higher prices and profit in that industry, promoting expansion, while the milk industry may contract due to decreased demand. മിൽക്കിൽ നിന്ന് ജ്യൂസിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ മിൽക്ക് കമ്പനികൾ പ്രൊഡക്ഷൻ കുറച്ചിട്ട് ജ്യൂസ് ആയിരിക്കണം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൈസ് സിഗ്നൽ ചേഞ്ചസ് ഇൻ പ്രൈസ് ആസ് സിഗ്നൽ ടു പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഡയറക്റ്റിംഗ് റിസോഴ്സ് ടു വേർ ദേ ആർ മോസ്റ്റ് വാല്യൂഡ്. പ്രൈസിലുള്ള മാറ്റം എന്ത് ചെയ്യുന്നുണ്ട്? സിഗ്നൽ പ്രൊഡ്യൂസർക്കും കൺസ്യൂമറിനും അവർ എന്ത് വാങ്ങണം, അവരെന്ത് വിൽക്കണം എന്നുള്ളത്, എന്ത് സപ്ലൈ ചെയ്യണം, അവരെന്ത് ഡിമാൻഡ് ചെയ്യണം എന്നുള്ളത്. ദിസ് പ്രോസസ് enable the market to adjust without centralized control. If a new health trend increases the demand for organic food, farmers and food producers will shift their production toward organic option, reflecting consumer preference. ഓർഗാനിക് ഫുഡിന് ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ ഫാർമേഴ്സും ഫുഡ് പ്രൊഡ്യൂസേഴ്സും എന്ത് ചെയ്യണം? ഓർഗാനിക് ഓപ്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. How will the system promote progress? Economic growth is promoted through technological innovation and capital accumulation. എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് ത്രൂ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണ്. ഒരു രാജ്യത്തുണ്ടാകുന്ന ഒരു എക്കോണമിയിൽ ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷൻ എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കും. അവിടെ ഉണ്ടാകുന്ന ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ല ഇൻവെസ്റ്റ്മെന്റ്. ഫേം ഇൻവെസ്റ്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടു സ്റ്റേ കോമ്പറ്റീറ്റീവ്, ഫോസ്റ്ററിംഗ് അഡ്വാൻസ്മെന്റ് ദാറ്റ് ലീഡ്സ് ടു ബെറ്റർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഫേം കൂടുതലായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് കോമ്പറ്റീറ്റീവ് ആയിരിക്കും. നല്ല ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഹൈ ക്വാളിറ്റി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ബെറ്റർ products പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇൻസെന്റീവ് ഫോർ ഇന്നോവേഷൻ. എന്റർപ്രൈനേഴ്സ് ആർ മോട്ടിവേറ്റ് ടു ഇന്നോവേറ്റ് a successful new product or produce can lead to significant profit. ഈ എന്റർപ്രൈനേഴ്സ് മോട്ടിവേറ്റ് ചെയ്യുക, പ്രോഫിറ്റ് മോട്ടിവേറ്റ് ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്നോവേഷൻ നടത്തുക, പുതിയ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. കോമ്പറ്റീറ്റീവ് പ്രഷർ ഫോഴ്സസ് ഫേം ടു ഇംപ്രൂവ് ലോസ് മാർക്കറ്റ് ഷെയർ. മാർക്കറ്റിൽ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ എന്ത് ചെയ്യും? ഫേമുകൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ കുറയും. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. പ്രോഫിറ്റ് ക്യാൻ ബി invested into acquiring capital goods necessary for production. This cycle of investment and innovation leads to overall economic growth. കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തം എന്ത് ചെയ്യണം? മൊത്തമായിട്ട് അവർ പ്രോഫിറ്റ് എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഗുഡ്സിലേക്ക് കൂടുതലായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യണം. അതെന്ത് ചെയ്യും? ഈ സൈക്കിൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റും ഇന്നോവേഷനും എന്ത് ചെയ്യും? ഓവറോൾ എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കും. The introduction of smartphone disrupted traditional market, showcasing how technological innovation can create new industry and render old one obsolete. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടെക്നോളജി ഫോണിൽ നിന്ന് പുതിയ ഇതിലേക്ക് മാറി. അത് അവർക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ എല്ലാവരും അതിലേക്ക് മാറേണ്ടി വന്നു. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.